സിപിഎമ്മിൽ നിന്നും പുറത്തുപോയ പി കെ ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലയിലെ സിപിഎം നേതാക്കൾ. കൂടുതൽ പരിലാളന ലഭിച്ചതിനാലാണ് ശശി പാർട്ടിക്കെതിരായതെന്ന് NN കൃഷ്ണദാസ് വിമർശിച്ചു. ശശി പാർട്ടിയിൽ നിന്നും പോയതോടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരാമെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പി കെ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ച നേതാവാണ് പി കെ ശശി എന്നും പരിലാളന അധികമായതിനാലാണ് പി കെ ശശി പാർട്ടിക്കെതിരായതെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഇത്ര അധികം പിന്തുണയിൽ ആളനെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ആളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത്. സ്പിരിറ്റ് കടത്തുകാരനാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എന്ന പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. ഇത് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. പി കെ ശശിയെ പേടിച്ച് തറവാട്ടിൽ പിറന്ന സ്ത്രീകൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരാറില്ലായിരുന്നുവെന്നും ആ പ്രശ്നം പരിഹരിച്ചുവെന്നും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പി കെ ശശി എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം തറവാട്ടിൽ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ ഇതിനകത്തേക്ക് കാലുകുത്തുന്നു. പേടിയാണ്, ഭയാണ്. എത്ര വനിതകൾ, അവരെല്ലാം ലോക്കൽ കമ്മിറ്റികൾ വർക്ക് ചെയ്യും. മണ്ണാർക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് പോകാൻ പറഞ്ഞ ഒറ്റ സ്ത്രീകൾ പോകില്ല. പി കെ ശശിക്കെതിരായ പീഡന പരാതിയും സാമ്പത്തിക തട്ടിപ്പ് പരാതിയും ഓർമ്മിപ്പിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ചന്താമരാക്ഷൻ, ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K ജയദേവൻ, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ജയദേവൻ എന്നിവരും ശശിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിമർശിച്ച് രംഗത്തെത്തി. മീഡിയ 1 പാലക്കാട്.